ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് എൻ്റെ ഫോണിൽ കുറേ നാളായി കൊടുക്കണം ഈ വീഡിയോ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു യാത്രയിലാണ്. ഞങ്ങൾ ഒല്ലൂർ പള്ളി പെരുന്നാൾക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒല്ലൂർ പള്ളി തൃശ്ശൂർക്കാർക്കും മറ്റു ജില്ലക്കാർക്കൊക്കെ അറിയാം. തൃശ്ശൂർ ജില്ലയിലാണ് ഒല്ലൂർ പള്ളി. നമ്മുടെ ചിന്ന റോമ എന്നാണ് ഒല്ലൂർ പള്ളീനെ അറിയപ്പെടുന്നത്. അപ്പം വിശുദ്ധ ഉറപ്പായ മാലാഖയുടെ പെരുന്നാളാണ് അവിടെ നടക്കുന്നത്. അതിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ റോഡ് നല്ല ബ്ലോക്കായിരുന്നു. തൃശ്ശൂർ തൊട്ട് ഒല്ലൂർ വരെ നല്ല ബ്ലോക്കാണ്. ആയത്തിലാണ് വണ്ടി പോണത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആയത്തിൽ പോണ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ലൈറ്റുകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ വണ്ടിയിൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കലും അപ്പോൾ അവരുടെ ബഹളം ഉണ്ടായിരുന്നു. ഇപ്പോൾ റോട്ടിലേക്ക് നോക്കിയാൽ തന്നെ കാണാം വണ്ടികളൊക്കെ വളരെ സ്ലോ ആണ്. ചില വഴികളിലൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് ഉള്ള വലിയ വഴിയിലൂടെയൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിറച്ച് ബ്ലോക്കായി. മുകളിൽ മാല ബൾബൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോ പിടിക്കത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ അവിടെ ചേട്ടൻ നിർത്തി. അത് കാരണം ഞങ്ങളവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ആൾ വണ്ടി കൊണ്ടിടാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നമുക്ക് വേഗം നടക്കാം. അങ്ങനെ എല്ലാവരും കൂടി നടക്കാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ മെയിൻ വഴി, പള്ളിയിലേക്കുള്ള വലിയ വഴിയിൽ അതിൽ കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണതിൽ വലിയ കുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും കേട്ടോ. അപ്പം ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് എത്തി. പടിമ സമർപ്പണത്തിനാണ് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ മാല സമർപ്പണത്തിലേക്ക് ഞാൻ പോയി മാല ഇട്ടതിനിടയിൽ പിന്നെ ഞങ്ങൾ ലൈറ്റ് കാണാനായിട്ട് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ലൈറ്റുകൾ കാണാൻ പറ്റി. പക്ഷെ ഭയങ്കര തിരക്കാണ്. അത് കാരണം പിടിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് ലൈറ്റൊക്കെ. പിന്നെ കുട്ടികളൊക്കെ കൂടി ഉണ്ടല്ലോ. അത് കാരണം പിള്ളേർ ശ്രദ്ധിക്കണം. പിന്നെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ബാക്കിലേക്ക് പോലാണ്. അവിടെ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇത് യന്ത്രമൂഞ്ഞാൽ. പിന്നെ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ മഴക്കാരെ കാണുമ്പോൾ ഞങ്ങൾ പോകുന്നു. അപ്പോൾ പോരുന്ന വഴിയിലാണ് നമ്മൾ വള എന്നുള്ളിപ്പെന്ന് പറയും, അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി.